സ്റ്റേജിൽ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടോ? എന്താ ഒരു വട്ടം പറ്റി. ഡിസംബർ 31 ആദ്യത്തെ അതൊരു അർത്തുങ്കൽ ബീച്ച് ഫെസ്റ്റ് ആയിരുന്നു. ആലപ്പുഴയിൽ ഒരു ബീച്ചിന്റെ ഫെസ്റ്റ് ആയിരുന്നു. അന്ന് ഞാൻ പരിപാടിക്ക് പോയി. സോളോ പെർഫോമൻസ് ആയിരുന്നു. എനിക്കൊരു 30 minutes ഫസ്റ്റ് കിട്ടി. അത് സമയ പരിമിതി കാരണം എനിക്കത് പിന്നെയും കുറഞ്ഞ് ഒരു 20 minute ആയി, അത് 10 minute ആയി, 5 minute ആയി. അവസാനം അത് വായിക്കാൻ തന്നെ പറ്റിയില്ല, ടെക്നിക്കൽ ഇഷ്യൂ കാരണം. സ്റ്റേജിലോട്ട് കയറി അവിടെ കയറിയിട്ട് സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ട്രാക്കായിരുന്നു. സോളോ പെർഫോമൻസ് എന്ന് വെച്ചാൽ എൻ്റെ ടാബ് ഉണ്ടാവും. ടാബിൽ നിന്നാണ് പാട്ടൊക്കെ പ്ലേ ചെയ്യുക. ബാക്ക്ഗ്രൗണ്ടിങ് എല്ലാം അതിനകത്തുനിന്നാണ്. അപ്പം അത് ഇട്ടിട്ട് കേൾക്കണില്ല. വയലിൻ കേൾക്കുന്നുണ്ട്, പക്ഷെ അത് വരുന്നില്ല. അപ്പോൾ ഒരു ടെക്നിക്കൽ ഇഷ്യൂ. അത് ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഇറങ്ങിപ്പോവാനൊക്കെ പറഞ്ഞു. ഓഡിയൻസിന്റെ സൈഡിൽ നിന്ന് ഇറങ്ങിപ്പോ അങ്ങനെയല്ല, അതുകൊണ്ടല്ല. ഒരു പീക്കായിട്ട് നിൽക്കല്ലേ. ചിലപ്പോ ഒരു അങ്ങനെ പീക്കായിട്ട് നിന്നപ്പോ ചേട്ടാ ഒരു ഗ്യാപ്പ് വരുമ്പോ, ഒരു ഡിലേ വരുമ്പോ അവർക്ക് ഒരു ഇറിറ്റേറ്റഡ് ഫീലിംഗ് ആയിരിക്കും. അല്ലാണ്ട് അങ്ങനെയല്ല, ഇറങ്ങിപ്പോന്നൊക്കെ പറഞ്ഞത് ലൈക്ക് അടുത്ത പരിപാടിക്കുള്ള ഇതല്ല. അപ്പം ബീച്ച് ഫെസ്റ്റ് ആണ്, ഓരോ പരിപാടി അടുത്തായിട്ട് പെട്ടെന്ന് കയറും. പിന്നെ DJ, എന്റെ പരിപാടി കഴിഞ്ഞാൽ ഉടനെ DJ അതിന് വെയിറ്റിംഗ് ആയിട്ടിരിക്കുക. അപ്പൊ അതിനാണ് ഇങ്ങനെ പറഞ്ഞത്. അല്ലാണ്ട് അപ്പൊ ഞാൻ ആദ്യമായിട്ട് എന്നാണ് കരഞ്ഞിട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്നത്. അന്ന് ബിക്കോസ് ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കരഞ്ഞിട്ട് ഇറങ്ങുന്ന ഒരു സ്റ്റേജ് അതായി. അയ്യോ, അത് ബിക്കോസ് നമുക്ക് നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ എനിക്കെന്ന് വെച്ചാൽ എല്ലാ സ്റ്റേജും ഒരേപോലെയാണ്. എല്ലാം എനിക്ക് ഫസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. എല്ലാ സ്റ്റേജിൽ കയറുമ്പോഴും ഒരേപോലെ പ്രാർത്ഥിച്ചിട്ടാണ് കയറുന്നത്. ഒരേപോലെ എല്ലാം ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് തന്നെ കണക്കാക്കിയിട്ട് തന്നെ കയറുന്നത്. അപ്പോൾ ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ പിറ്റേ ദിവസം ചിച്ചിച്ചേട്ടൻ എന്നെ FM-ലോട്ട് കൊണ്ടുവന്നു. അതൊരു എന്തൊരു സന്തോഷമുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. ഈ പോസിറ്റീവ് കമന്റ്സ് നമ്മൾ കൂടുതലും കണ്ടുള്ളത്. ഇടയ്ക്ക് എപ്പോഴെങ്കിലും നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരാറുണ്ടോ? ഏകദേശം ഇടക്കിടക്കൊക്കെ ഞാൻ നോക്കാറില്ല. അമ്മയും അപ്പനൊക്കെ ആയിരിക്കും നോക്കാറ്. അവരായിരിക്കും ഡീൽ ചെയ്യുക. എങ്ങനെ പെട്ടെന്ന് ഈ നെഗറ്റീവ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ ഉള്ളിലോട്ട് എടുക്കുന്ന കൂട്ടത്തിലാണോ, വിഷമം വരുന്ന കൂട്ടത്തിലാണോ? ഞാൻ ഈ വഴി കൂടി കേട്ടു, ഈ വഴി കൂടി കളയും. അടിപൊളി, അങ്ങനെ വേണം. സത്യത്തിൽ പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് പേരൊന്നും അങ്ങനെ അല്ല. ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ അങ്ങനെ കളയാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ഏറ്റവും കൂടുതൽ വീട്ടിൽ ഈ കമന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് കോൺഷ്യസ് ആവുന്ന ആരെങ്കിലും ഉണ്ടോ? അമ്മയാണോ? അമ്മയ്ക്ക് അത് ആലോചിച്ച് ഇടക്കിടക്ക് പറയും, അബി എന്നാലും അവരെന്തിനാ എന്നെ അബി എന്നാണ് വിളിക്കുന്നത്. വീട്ടിലെല്ലാവരും അബി എന്നാണ് വിളിക്കുന്നത്, നിക് നെയിമാണ്. അപ്പൊ അബി എന്നാലും അവരെന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഇടക്കിടക്ക് ചോദിക്കാറുണ്ട്. അമ്മയ്ക്ക് വിഷമമായിരിക്കും. ഞാനിവിടെ വന്നപ്പോഴും ശ്രദ്ധിച്ചായിരുന്നു. എല്ലാം ഇങ്ങനെ അമ്മ ഇങ്ങനെ നോക്കി കുറെ തവണ സത്യം പറഞ്ഞാൽ പറഞ്ഞപ്പോഴും അമ്മ പറഞ്ഞു ഈ സത്യം എന്ന് പറയരുത്. നീ എല്ലാം സത്യം തന്നെ പറയുന്നു. ഞാൻ ഇടയ്ക്ക് സത്യം ഇപ്പൊ എനിക്ക് ഇന്ന് വന്നേ തോന്നുന്നു വായില് വരുന്നത് സത്യം പറഞ്ഞാലെന്നുള്ള കാര്യം. എന്തായാലും സത്യം പറഞ്ഞ അങ്ങനെയാണെന്ന് സത്യമല്ലേ പറയുന്നു. അതാ ചോദിച്ചത്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അമ്മയെ കൂടുതൽ ശ്രദ്ധിക്കുന്നല്ലേ? അപ്പനും ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ ഇപ്പോ ഒരുപാട് കോളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് അമ്മയാണ് കൂടുതലും എല്ലാം ശ്രദ്ധിച്ചു പോവാറ്. ഞാൻ ഇങ്ങനെ കമന്റ്സ് കണ്ടപ്പോഴത്തേക്ക് ഈ മറ്റേ ചെണ്ടക്കാരുടെ കൂടെ നിൽക്കുന്നതിനകത്ത് അപർണയ്ക്ക് മാത്രം ഈ കൊട പിടിച്ചു തരുന്ന ഒരു സംഭവം കണ്ടു. അപ്പൊ കമന്റ്സ് ഉണ്ടായിരുന്നു, ഒരാൾക്ക് മാത്രം കൊട, അവരൊക്കെ വെയിൽ കൊണ്ടിട്ടല്ലേ നിക്കുന്നേ. അതൊക്കെ കിട്ടി. അത് എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ വയലിന് ചിലപ്പോൾ ചൂടധികം പറ്റത്തുണ്ടാവില്ല. അങ്ങനെ ഒരുപാട് ഇലക്ട്രിക് ഇൻസ്ട്രുമെന്റ് ആണല്ലോ. അപ്പൊ ഒരു പരിമിതി ഉണ്ടാവുമല്ലോ. തണുപ്പ് അത്രയ്ക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ AC വന്നപ്പോ തന്നെ ഒരു പരിമിതി. തണുപ്പ് അത്രയ്ക്കും പറ്റത്തില്ല, വെയിൽ അത്ര പറ്റത്തില്ല. വെയിൽ വന്നാൽ ചിലപ്പോൾ ലൂസ് ആവാൻ സാധ്യത ഉണ്ടാവും. മാത്രമല്ല ചിലപ്പോൾ എല്ലാ ബോൾട്ടോ അതേപോലെ എന്തെങ്കിലും ഒരു സാധനം ലൂസ് ആവാനും എന്തെങ്കിലും ടെക്നിക്കലായിട്ട് ഇഷ്യൂ നമ്മളായിട്ട് വരുത്തണ്ടല്ലോ. മനസ്സിലായി. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ കുറച്ച് മൂവീസ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല ഹിറ്റ് ആയിട്ടുള്ള മൂവീസ്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറോ അതിനകത്തുള്ള ഫേമസ് സോങ്സിൻ്റെയോ മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്ത് തരാം. ഓക്കെ ആണോ? ഓക്കെ. ഫസ്റ്റ് വൺ മംഗളവാരം. ഓക്കെ. അടുത്ത് KGF.
അടുത്ത സോങ് തരട്ടെ, കാന്താര. ഓക്കെ, ഭ്രമയുഗം. അടിപൊളി. ഓക്കെ, അടുത്തത് ഭീഷ്മപർവത്തിലെ. ഏറ്റവും കൂടുതൽ ഈസി എങ്ങനെ, ഫാസ്റ്റ് നമ്പേഴ്സ് ചെയ്യാനാണോ അതോ മെലഡി? ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഏത് ടൈപ്പ് സോങ്സാ? ഫാസ്റ്റ് മെമ്പേഴ്സ് ആണ്. അതാണ് കൂടുതൽ. എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? ഫാസ്റ്റ് ചെയ്യാനായിട്ടായിരിക്കും ഇച്ചിരി കൂടി ഈസി? എൻ്റെ ഓഡിയൻസ് എന്ന് പറയുമ്പോൾ ഫാസ്റ്റിനോടാണ് കൂടുതൽ താല്പര്യപ്പെടുന്നത്, മെലഡിയോട് അത്ര ഇല്ല. ഫാസ്റ്റ് നമ്പേഴ്സ് ചെയ്യാനാ കൊച്ചിലെ മുതലേ അപ്പം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതും ഒക്കെ? അല്ല, കൊച്ചിലെ മുതലൊക്കെ നമ്മൾ മെലഡീസ് ഒക്കെ ആയിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് പഠിച്ച പാട്ട്, ആദ്യമായിട്ട് പഠിച്ച ഫിലിം സോങ് ഏതാന്ന് വെച്ചാൽ ഇൻകം കവലെ. അതായിരുന്നു ആദ്യമായിട്ട് പഠിച്ച ഫിലിം സോങ്. ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് കല്യാണത്തിനൊക്കെ ആണെങ്കിലും പോകുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഇനി നെക്സ്റ്റ് എയിം എന്തൊക്കെയാ? നെക്സ്റ്റ് എയിം എന്ന് പറഞ്ഞാൽ എന്താ, എൻ്റെ ഒരുപാട് പീസസ് ഇറക്കണമെന്ന് ആഗ്രഹമുണ്ട്. സ്വന്തമായിട്ട് കമ്പോസ് ചെയ്യണം. അങ്ങനെ എൻ്റെ മ്യൂസിക് എല്ലാവരും ലോകം ഫുള്ളും അറിയണമെന്ന് ഒരാഗ്രഹമുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബേസിക് ആയിട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടോ കമ്പോസിങ് ഒക്കെ? പാടിയാണ് നോക്കിയിട്ടുള്ളത്. ഇതുവരെ ഞാൻ ട്രൈ ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ഒന്നും റെക്കോർഡ് ചെയ്യും. ഇപ്പം 12th ഒക്കെ കഴിഞ്ഞിട്ട് എന്തായാലും ഡിഗ്രി ഒക്കെ ചെയ്യണം എന്ന് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് വയലിൻ തന്നെ അതാണ് ചോദിച്ചത്. മ്യൂസിക് റിലേറ്റഡ് ആയിട്ട് പുറത്തൊക്കെ പോയിട്ട് അപ്പം എന്താ കുറച്ചുകൂടെ വെസ്റ്റേൺ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ പഠിക്കാനായിട്ട് ആഗ്രഹമുണ്ടോ? എനിക്ക് വെസ്റ്റേൺ പഠിക്കുന്നുണ്ട്. ഞാൻ എന്തൊക്കെ ക്ലാസിക്കലും പഠിക്കുന്നുണ്ട്, വെസ്റ്റേണും പഠിക്കുന്നുണ്ട്. ക്ലാസിക്കൽ പഠിപ്പിക്കുന്നത് വിനീത് സാറാണ്. വെസ്റ്റേൺ പഠിപ്പിക്കുന്നത് കരോൾ ജോർജ് സാറാണ്. പുറത്തോട്ടൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹമുണ്ടോ? വിദേശത്തൊക്കെ പോയിട്ട് പഠിക്കാനായിട്ട്? അങ്ങനെയൊന്നുമില്ല, ഇതുവരെ പ്ലാൻ ഇല്ല. അതെ, എല്ലാം ഇങ്ങനെ പ്ലാൻ ചെയ്ത് വരുന്നതാണോ അതോ ഇങ്ങനെ നാച്ചുറലി വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണോ? ഈ സ്റ്റേജ് ഷോസ് ആണെങ്കിലും എല്ലാം പാരന്റ്സ് ആണ്. പേരൻസ് പറയുന്ന പോലെ. അതെ. സിനിമയിലൊക്കെ എന്താ പറയുക, സിനിമയിലൊക്കെ ഇങ്ങനെ മ്യൂസിക് ചെയ്യാൻ അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുണ്ടോ? ഡ്രീംസ് ഉണ്ടോ? അതൊക്കെ ഉണ്ട്. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്താ ഛത്തീസ്ഗഡ്, എന്താ വേറെ സ്റ്റേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആണ് അല്ല അതാണോ എന്നൊരു ഡൗട്ട്. അറിയില്ല. അപ്പനാണ് വിളിച്ചതുണ്ടായിരുന്നു. ഇവിടുത്തെ ഓഡിയൻസ് കൂടുതൽ എന്താ പറയാ, ഒരു കൂടുതൽ ലവ് കിട്ടുന്നത് നമ്മുടെ ഇവിടുന്നാണോ അതോ തമിഴ്നാട്, കർണാടക ഒക്കെ വർക്ക് ചെയ്യുമ്പോഴാണ്? നോർത്ത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ. അവിടെയാണ് കൂടുതൽ ഫാൻസ്. നോർത്ത് ഇന്ത്യയിൽ ഷോ ചെയ്യാൻ പോവാറുണ്ടോ? നമ്മൾ ഇങ്ങനെ പ്രോഗ്രാമിന് പോകുന്നു, അങ്ങനെ അല്ലാണ്ട് അറിയത്തില്ല, എവിടെയാണെന്നൊന്നും അറിയത്തില്ല. ഇത് എപ്പോഴെങ്കിലും ഇത് പഠിത്തത്തെ ബാധിച്ചിട്ടുണ്ടോ, ഈ ഒരു പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് പോകുന്നത്? ഇല്ല, എല്ലാം എന്താ പൊക്കോളൂ. അങ്ങനെ ടീച്ചേഴ്സ് എല്ലാം പറഞ്ഞു തരും. അഥവാ സ്കിപ്പായി പോയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു തരും. ഏത് സബ്ജക്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടം പഠിക്കാനായിട്ട്? അങ്ങനെ ചോദിച്ചാൽ മ്യൂസിക് ഞാൻ പറയുള്ളൂ. സബ്ജക്റ്റ് ഒക്കെ ഒരു മ്യൂസിക് അല്ലേ? മ്യൂസിക് ഒരു സബ്ജക്റ്റ് ആണ്. മ്യൂസിക് അതല്ല, സ്കൂളിൽ പഠിക്കുന്ന കൂട്ടത്തില് നമ്മളിപ്പോ കലോത്സവങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. വെറുതായിട്ടൊന്നും കൂടുതൽ കോൺസെൻട്രേഷൻ ഇതിനകത്തോട്ട് തന്നെയാണ്. ഇംഗ്ലീഷ് ആണ് ബെസ്റ്റ് ആയിട്ടിരിക്കുന്നത്. ബെസ്റ്റ് ആയിട്ടുള്ളത്. അപ്പം ഓൺ കമ്പോസിങ് എങ്ങനെയാ? ഇപ്പൊ 10th ഒക്കെ കഴിഞ്ഞിട്ടാണോ അതോ ഇപ്പൊ തന്നെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഒപ്പിക്കുന്നുണ്ടോ? ഒപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട്, പക്ഷെ 10th കഴിയട്ടെ.